നമസ്കാരം. ശബരിമല കേസുമായി ബന്ധപ്പെടുത്തി വലിയ തോതിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കോടതിയുടെ ഒരു കർക്കശ്യമാണ് നമ്മൾ ആവേശപ്പെടുത്തുന്നത്. 13 പേർ ജയിലിലാണ്. ഇവർ തലകുത്തി നിന്ന് പ്രയോഗിക്കുന്നുണ്ട് ഈ ജാമ്യം കിട്ടാൻ. ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് പോയി, ഒരാളിനും കിട്ടിയില്ല. ജയശ്രീക്ക് മാത്രം ഒരു ചെറിയ പീരീഡ് കിട്ടി, അല്ലാതെ ആർക്കും കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞവർ ബെയിലിന് ചുമ്മാ പോകും. മജിസ്ട്രേറ്റ് കോടതി പോകും, ഹൈക്കോടതി പോകും, മജിസ്ട്രേറ്റ് കോടതി പോകും, ഹൈക്കോടതി പോകും. അത് കഴിഞ്ഞിട്ട് സുപ്രീം കോടതി പോകും. ഇപ്പോൾ അതാ എൻ വാസു, എനിക്ക് 75 വയസ്സായി, എനിക്ക് നല്ല പ്രായമായി, അസുഖങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പോയി 70 ദിവസമായി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി കേട്ടുപോലുമില്ല. സാധാരണ ഒരു 5-10 മിനിറ്റൊക്കെ കേൾക്കുമല്ലോ. കേട്ടിട്ട് നോട്ടീസ് അയക്കും ബന്ധപ്പെട്ട കക്ഷികൾക്ക്, SITക്കോ അല്ലെങ്കിൽ ഹൈക്കോടതിക്കോ, അല്ലെ ആരാന്ന് വെച്ചാൽ ബന്ധപ്പെട്ട കക്ഷികൾക്ക് ആരെയാണോ ഓപ്പോസിറ്റ് പറഞ്ഞിരിക്കുന്ന പോലീസിനൊക്കെ ലെറ്റർ അയക്കും അവരുടെ മറുപടി കേൾക്കാൻ. എന്നിട്ട് ഒരു തീരുമാനം എടുക്കും. ഇങ്ങനെയൊക്കെയല്ല കോടതി ചെയ്യുന്നത്. പക്ഷേ കോടതി മൈൻഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല, എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ദൈവത്തെ സൂക്ഷിക്കാൻ തന്ന നിങ്ങൾ ദൈവത്തെ കൊള്ളയടിക്കുന്നു, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇനി കൊള്ളയടിക്കാത്തതെന്ന് ചോദിച്ചു. ഇതിന് സമാനമായി ഇന്നലെ ബദറുദ്ദീൻ എന്ന് പറയുന്ന ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ചോദിച്ചു, നിങ്ങൾക്ക് ഇത്രയും കൃത്യമായി എങ്ങനെയാണ് ഈ കൊള്ള ചെയ്യാൻ പറ്റുന്നത്? സമ്പൂർണ്ണ കൊള്ളയാണല്ലോ, മഹാ അസംബന്ധമാണല്ലോ നിങ്ങൾ ചെയ്യുന്നത്. ഇന്നലെ യഥാർത്ഥത്തിൽ പത്മകുമാറിൻ്റെയും മുരാരി ബാബുവിൻ്റെയും ജാമ്യാപേക്ഷയാണ് പരിഗണിച്ചത്. പക്ഷേ അത് പരിഗണിക്കുന്ന കൂട്ടത്തിൽ തന്നെ ബദറുദ്ദീൻ പറഞ്ഞു, KP ശങ്കരദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുന്ന തോന്നിയവാസങ്ങളും അദ്ദേഹത്തെ മാനസിക രോഗം ഉണ്ടെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ കിടത്തിയതും അദ്ദേഹത്തെ പ്രത്യേക ICU കൊടുത്തതും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനെതിരെ ഇന്നലെ പറഞ്ഞു. അപ്പോൾ കോടതി വളരെ കർശനമായി നിൽക്കുന്നു. SITക്ക് എല്ലാ ഫ്രീഡവും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ED വന്നിട്ടുണ്ട്. ED ഇതാ വളരെ ശക്തമായിട്ടാണ് ED രംഗത്ത് വന്നിരിക്കുന്നത്. ED രംഗത്ത് വന്നിട്ട് ഇനി ചെയ്യാൻ പോകുന്ന കാര്യം, കടകംപള്ളി സുരേന്ദ്രൻ റഡാറിലുണ്ട് EDയുടെ. തീർച്ചയായിട്ടും കടകംപള്ളി അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നു. അതുപോലെ തന്നെ വാസവനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത കാണുന്നു. അങ്ങനെ ഒരു വശത്ത് പുതിയ ആളുകളെ, അതിനിടയ്ക്കാണ് നമ്മുടെ രാജു അബ്രഹാം ഇതിനകത്ത് വന്ന് വീണിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി CPMൻ്റെ രാജു അബ്രഹാം വന്ന് വീണു. അങ്ങനെ പുതിയ നേതാക്കൾ ഇതിനകത്ത് വരുന്നു. ഉണ്ണികൃഷ്ണൻ്റെ കാൾ ലിസ്റ്റ് ഇന്നലെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് വളരെ വലിയ പ്രമുഖരായ നേതാക്കൾ ഉണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇനി ഇത് കണ്ടത് നെത്തോലിയാണെങ്കിൽ കാണാനുള്ളത് വമ്പൻ സ്രാവുകളാണ്. അതിൽ ഒരു സ്രാവിന് പോലും കോടതികളിൽ നിന്ന് ഒരനുകമ്പയും കിട്ടുന്നില്ല എന്നുള്ളത് ഈ കേസിൻ്റെ മനോഹാരിതയെ ഒരു വട്ടം കൂടി കൂട്ടുകയാണ്.